അമ്മേ 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 എന്താ മോളെ? അമ്മയുടെ കുറച്ച് പൈസ കാണോ അമ്മ? എന്താടി? ബ്യൂട്ടി പാർലർ വരുന്നു, നാളെ അവളുടെ കല്യാണമല്ലേ, അപ്പം അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ. നേഹയുണ്ടോ നിനക്ക് കൂട്ട്? അവൾ ഇന്നലെ പോയി ചെയ്തായിരുന്നു. അപ്പൊ മോളൊന്ന് വെയിൽ ഉറക്കുന്നതിന് മുമ്പേ പോയി ചെയ്തിട്ടോ അമ്മയുടെ കാർഡ് എടുത്തോണ്ട് പോകും കേട്ടോ. അമ്മേ അമ്മേ ഞാൻ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയിട്ട് വരാവേ. എന്തായിനാ? നാളെ ചേട്ടന്റെ കൂട്ടുകാരന്റെ മോളുടെ കല്യാണമല്ലേ. എന്തോ കല്യാണം എന്ന് പറഞ്ഞാൽ നിനക്കെന്തോ കല്യാണം എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോകുന്നത്? ഒന്ന് ഒരുങ്ങാൻ വേണ്ടി. എന്തോ ഒരുങ്ങാന്? നാളെ ആരുടെ മുമ്പിൽ പോകുന്നതല്ലേ. അതിന് എന്തായാലും ഉള്ള ഇതൊക്കെ മതി. കൂടുതലൊന്നും ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമല്ല ചെറുക്കൻ അവിടെ കണ്ട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് അയച്ചു തരുന്ന പൈസ മൊത്തം കണ്ട് ബ്യൂട്ടി പാർലർക്ക് അവർക്കും ഇവർക്കും കൊണ്ട് കൊടുക്കാനുള്ളതാണ്. എന്താ ഈ പറയുന്നത്? ഇപ്പൊ ഉള്ള സൗന്ദര്യമൊക്കെ മതി. കാക്ക കുളിച്ചാലൊന്നും കൊക്കൊന്നും ആകത്തില്ല. ആ ഉള്ള ഇത് കൊടുത്ത് അങ്ങ് പോയാൽ മതി. ചെറുക്കൻ അവിടെ കണ്ട് കഷ്ടപ്പെടുക. ഇവിടെ അവൾ ബ്യൂട്ടി പാർലറിൽ അവിടെ ഇവിടെ പോകാനിട്ട് വേറെ ജോലിയില്ല. അമ്മ 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 എവിടെയായിരുന്നു അമ്മേ? എന്താ? ചേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വരുന്നെന്ന് പറഞ്ഞിപ്പം വിളിച്ചു. ഞാൻ അമ്മയെ കാണാനോണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ലീലമ്മച്ചിയുടെ അടുത്ത് വരെ പോയതായിരുന്നു. അയ്യോ നീ എന്തിനാ വരണ്ടെന്ന് പറഞ്ഞു? അത് മോശമില്ലേ അവരോട് അങ്ങനെയൊക്കെ പറയുന്നത്? അവരെന്തോ വിചാരിക്കും? എന്ത് ചെയ്യണം? വരാൻ വിളിച്ചു പറയാം. നീ വിളിച്ചിട്ട് പറ, ഇങ്ങനെ വരാൻ പറ. അമ്മ ഫോൺ അങ്ങ് കട്ടായി പോയതെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് വരാൻ പറ. എന്നിട്ട് നീ എളുപ്പം പോയി അവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇച്ചിരി സാധനമൊക്കെ അവർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. പോയി മേടിച്ചോണ്ട് പോവാം. ശരി അമ്മ. അമ്മേ എന്താ കാര്യം? അമ്മ എവിടെയായിരുന്നു അമ്മേ? എന്താ അറിഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ അച്ഛനും അമ്മയും വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. എന്തോ ഇങ്ങോട്ട് എന്തോ വിശേഷം വല്ലതും ഉണ്ടോ വരാനായിട്ട്? ഒന്ന് എല്ലാരും ഒന്ന് കാണാൻ വേണ്ടി. ഈയിടെയല്ലേ വന്നിട്ട് അങ്ങോട്ട് പോയത്? എപ്പോഴും എന്താ ഇങ്ങോട്ട് വരാനെന്ന് വരാനായിട്ട്? അതിന് ഇങ്ങോട്ടങ്ങ് വരണ്ട. നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് വിളിച്ചു പറ. ഇങ്ങോട്ടങ്ങ് വരണ്ടേ? ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ. എപ്പോഴും ഇങ്ങോട്ട് വരാനായിട്ട്. അമ്മ കറണ്ട് ബില്ല് വന്നു. ഇപ്പോഴാണോ മുന്നേ വന്ന്? എത്ര രൂപയാ? 1526. 1526. അതൊക്കെ നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാറും ഒക്കെ ഇട്ട്, അതുപോലെ AC മൊത്തം നീ വർക്കാക്കുമല്ലായിരുന്നു. പകലും രാത്രിയില്ലാതെ ഫാനും ഒക്കെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് കുഴപ്പമില്ല, നമുക്ക് അടയ്ക്കാം. കറണ്ട് ബില്ല് കളയാതെ കൊണ്ട് സൂക്ഷിച്ചു വെക്കാം. ചേട്ടൻ വരുമ്പോ കൊടുക്കണം. കറണ്ട് ബില്ല് എത്ര കറണ്ട് ബില്ല് വന്നേക്കുന്നേ? 1526. എന്തോ കറണ്ട് ബില്ല്? ഇത് എങ്ങനെ അടയ്ക്കാന്ന്? ഞാൻ ആ ഫാനൊക്കെ എപ്പോഴും വിടുമ്പോ പറയുന്നയാ. പിള്ളേർ ഫാനൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോ പറയുന്ന ഫാൻ ഓഫ് ചെയ്യുന്ന. ഈ തണുപ്പത്ത് AC ഇട്ടുണ്ടാ കിടക്കുന്നത്. പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് വീഴാതിരിക്കുന്നത്? ആരടയ്ക്കാന്ന്? എൻ്റെ കയ്യിലെങ്ങും ഇല്ല പൈസ. എവിടുന്നാന്ന് വെച്ചാൽ കൊണ്ടടയ്ക്കേ. എൻ്റെ കയ്യിലെങ്ങും ഇല്ല പൈസ. ഒരു ഉത്തരവാദിത്വം ഇല്ല. പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ഇതെന്തുവാ? ചുമ്മാ ഉപയോഗിച്ചോളുവാ എല്ലാം. സ്റ്റാറൊക്കെ ഒരു പകൽ രാത്രി മൊത്തം ഇടണ്ടെന്ന് പറഞ്ഞത് കേൾക്കത്തില്ലല്ലോ. അമ്മേ അമ്മ ഇവിടെ കരിയിലൊക്കെ വീണ് കിടക്കുമല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു തൂക്കാവുന്നു. ഇന്നലെ തൂത്തതല്ലേ മിറ്റേ, ഇന്നിനി ഇപ്പൊ തൂക്കണ്ട. അതല്ല കുഴപ്പമൊന്നുമില്ല, അധികം കരിയിലൊന്നുമില്ല. നീ ഇങ്ങനെ കയറി പോരാ. പൊടിയെല്ലാം കൂടെ അടിച്ചിട്ട് രാത്രി തുമ്മലും കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. നീ കയറി പോരാ, ഭയങ്കര പൊടിയാ. ശരി അമ്മേ. ഇങ്ങോട്ട് കയറി വാ. ശരി അമ്മേ. ശരി ശരി ശരി. ഇവളെവിടെ പോയി കിടക്കോ? എപ്പം തൊട്ട് വിളിക്കുവാ? ഇവളെവിടാ? അമ്മേ ഞാൻ ഇവിടെ ഉണ്ടമ്മ. ഞാൻ വരുന്നു. കിടക്കുവാ? വരുന്നു. ഈ മിറ്റമൊക്കെ തൂക്കണ്ടേ? സമയം എന്തുവായി? അല്ലമ്മേ ഞാൻ തൂക്കാൻ വേണ്ടി ഇങ്ങനെ പോവായിരുന്നു. എപ്പോഴും തൂക്കാൻ പോവാന്ന് പറയല്ലാതെ മിറ്റം തൂത്ത് വാരിയോ പിടിക്കുകയോ ഒന്നും വേണ്ട. ഇങ്ങനെ അങ്ങ് കിടന്നാൽ മതി. വല്ല മനുഷ്യർ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുവാ പറയുന്നത്? തൂത്ത് വാരാത്ത വീടാണെന്ന്. അല്ല എന്തുവാ? എങ്ങനെ കിടന്നാൽ അവക്ക് എന്തുവാ? തൂക്കണമെന്ന് പറയുന്നില്ല, അത് തൂത്ത് വാരണമെന്നുള്ള രീതിയിൽ. തുണി അലക്കിട്ട് വന്നതേ ഉള്ളൂ അമ്മേ. എവിടെ തുണി അലക്കി? 2 തുണി അലക്കിയതാണ് വലിയ തുണിയലപ്പ. വേറെ ജോലികളൊന്നും ഇല്ല വീട്ടിലല്ലേ? ഈ തുണിയലക്ക് മാത്രമേ ഉള്ളൂ. ഈ മീറ്റൊന്നും വല്ല മനുഷ്യർ വരുമ്പോൾ അപ്പം ബാക്കിയുള്ള വൃത്തികേട് പറയുന്നത്. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി അങ്ങ്.